വേളാങ്കണ്ണി സ്കാം അലർട്ട്. വേളാങ്കണ്ണി വരുന്ന എല്ലാവരും പറ്റിക്കപ്പെടും എന്നൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതെങ്കിലും കുറച്ച് പേരെങ്കിലും ഇതിന് ഇരയാകാം. ഇതാണ് വേളാങ്കണ്ണിയിലെ ആദ്യത്തെ പള്ളി. നമ്മുടെ വിജയ് മാത്രമല്ല എല്ലാവരും വരും. അപ്പോൾ വിജയ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് കൂടുതൽ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് വിജയുടെ പേര് പറഞ്ഞതാണ്. അപ്പോൾ വിജയ് എല്ലാ മാസവും വന്ന് സന്ദർശിക്കുന്ന പള്ളി ഇതാണ്. അതിന് ലെഫ്റ്റ് സൈഡുള്ള തല മുട്ടയടിക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. വേളാങ്കണ്ണി അമ്മയെ വിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ച് നടത്തി തരുവാണെങ്കിൽ ഇവിടെ വന്ന് തല മുട്ടയടിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെ ബ്രദറും പിന്നെ 2 ആൻറ്റിമാരും എൻ്റെ കുഞ്ഞാവയും. ഇവർക്ക് 4 പേർക്ക് മുടി മുട്ടയടിക്കാനുണ്ടായിരുന്നു. കാശൊക്കെ പുറത്തൊരു കൗണ്ടറിലാണ് നമ്മൾ പേ ചെയ്തത്. പെർ ഹെഡിന് 50 രൂപയായിരുന്നു മുട്ടയടിക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ടോക്കൺ എടുത്ത് കാശൊക്കെ പേ ചെയ്തിട്ട് അകത്തോട്ട് കയറി നമ്മൾ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് തുടങ്ങിയിട്ടുണ്ട് തല മുട്ടയടിക്കാനായിട്ട്. നമ്മൾ വന്നിരിക്കുന്നത് വേളാങ്കണ്ണി പള്ളിയുടെ തന്നെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മുട്ടയടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ സമയത്ത് ആ അണ്ണൻ ഞങ്ങളോട് പറയായിരുന്നു അക്ക കാശ് കൊടുക്കുകയെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു പുറത്ത് ഞങ്ങൾ ബില്ല് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ പള്ളിക്ക് തന്നെ കൊടുക്കറീങ്ക എങ്ങൾക്ക് ഏതാവത് കൊടുങ്ങളേന്ന്. സംഭവം മനസ്സിലായില്ലേ? അത് തന്നെ പള്ളി വരെ അവർക്ക് ഓൾറെഡി ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലും അവർ വീണ്ടും നമ്മളോട് വാ തുറന്ന് കാശ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പൊട്ടെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ബക്കറ്റും വെച്ച് കുറേ ആൾക്കാർ നിൽപ്പുണ്ടേ. നമ്മൾ ഇതുപോലെ മുട്ടയടിച്ചിറങ്ങുന്ന ആൾക്കാർ തിരക്കി. ഇങ്ങനെ തല മുട്ടയടിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇവർ ബക്കറ്റ് കൊടുത്തിട്ട് പറയും ഈ ബക്കറ്റ് കൊണ്ടുപോയി കടലിൽ പോയി വെള്ളം കോരി തലയിൽ ഒഴിച്ചാൽ മാത്രമേ നിങ്ങളുടെ നേർച്ച കംപ്ലീറ്റ് ആവുമെന്നു. അതുപോലെ നമ്മുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റി ഫസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു ഇതിന് എക്സ്ട്രാ കാശൊന്നുമില്ല, ഈ ബക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ തിരിച്ച് ആ ബക്കറ്റ് കൊണ്ട് ഏൽപ്പിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ കടലിലെ കുളി കഴിഞ്ഞ് ബക്കറ്റ് തിരിച്ചു കൊടുക്കാൻ സമയത്ത് 2 മാതാവിൻ്റെ സ്വരൂപം കുറച്ച് പൂവും തന്നിട്ട് 900 രൂപ ഞങ്ങളോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തിനാണ് കാശ് ചോദിക്കുന്നത്. നമ്മൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ വാശി പിടിച്ച് കാശ് വാങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടായിരുന്നു ശരിക്കും ഇങ്ങനെയുള്ള നേർച്ചയുണ്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പള്ളിയിൽ പോയി കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളോട് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഇതുപോലെ പറ്റിക്കപ്പെട്ടു വന്നേ. അപ്പോൾ ശരിക്കും നിങ്ങൾ വേളാങ്കണ്ണി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്കാമിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.